കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിന്റെ ദുരൂഹ മരണത്തിൽ കൂടുതൽ പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. മൃതദേഹം കുഴിച്ചുമൂടിയെന്ന് കരുതുന്ന സരോവരത്തെ മണ്ണ് നീക്കിയുള്ള പരിശോധന ഇന്ന് നടക്കും. പ്രതികളെ നേരിട്ടെത്തിച്ചാണ് തെളിവെടുപ്പ് നടക്കുക. ദിൽഷാ തിലകൻ നമുക്കൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ദിൽഷാ, എപ്പോഴാണ് പ്രതികളെ എത്തിക്കുക? എപ്പോഴാണ് സരോവരത്തെ ഈ കുഴിച്ചുള്ള മണ്ണ് നീക്കിയുള്ള തെളിവെടുപ്പ്? ബിനിൽ, അല്പസമയത്തിനകം തന്നെ തെളിവെടുപ്പ് ആരംഭിക്കും. പ്രതികളെ എത്തിക്കുകയാണ്. എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രതികളെ എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്ഥലത്ത് സരോവരത്തെ ആണ് ഉള്ളത്. ഈ സരോവരത്തെ ഈ കണ്ടൽ പാർക്കിലാണ് ഇത്തരത്തിൽ യുവാവിൻ്റെ മൃതദേഹം കുഴിച്ചു മൂടിയിരിക്കുന്നത് എന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. അതുകൊണ്ട് തന്നെ പ്രതികളെ ഇവിടെ എത്തിച്ച തെളിവെടുപ്പ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. നേരത്തെ തന്നെ, അതായത് കഴിഞ്ഞ ദിവസം തന്നെ സരോവരത്ത് ഈ പ്രതികളെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ പോലീസ് 2 പ്രതികളെയും 2 സമയത്തായിട്ട് സരോവരത്ത് എത്തിച്ച് സ്ഥലം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും തെളിവെടുപ്പ് ഇന്ന് രാവിലെയോടുകൂടി ആരംഭിക്കുന്നത്. സരോവരത്തെ ചതുപ്പിലാണ് അല്പസമയത്തിനകം തന്നെ പരിശോധന തുടങ്ങുക. സരോവരത്ത് കനത്ത പോലീസ് സന്നാഹമാണ് ഉള്ളത്. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. സരോവരത്ത് കണ്ടൽ പ്രദേശത്തെ വെള്ളം വറ്റിച്ചിട്ടായിരിക്കും ആദ്യഘട്ടത്തിൽ പരിശോധന. ശേഷം മണ്ണ് നീക്കിയുള്ള പരിശോധനയിലേക്ക് കടക്കും. മെഡിക്കൽ ഫോറൻസിക് സംഘം, അതുപോലെ തന്നെ പോലീസ് ഫോറൻസിക് സയന്റിഫിക് സംഘം, തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ സംഘം എന്നിവരെല്ലാം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബിനിൽ, നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ വരുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദിൽഷ, ഇത് പ്രേക്ഷകർക്ക് അറിയുന്നതിന് വേണ്ടി സരോവരം ബയോ പാർക്ക് വളരെ വിശാലമായൊരു സ്ഥലമാണല്ലോ. അവിടെ പ്രതികളെ ഇറക്കുന്നുണ്ട്, പ്രതികളെ കൊണ്ടുവരുന്നുണ്ട്, പ്രതികളെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവരികയാണ്. ഈ സരോവരത്തിന്റെ ഏത് ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഈ മണ്ണ് നീക്കിയുള്ള പരിശോധന, ദിൽഷ? ബിനിൽ, 1-ാം പ്രതിയായിട്ടുള്ള നിഖിലിനെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് സരോവരത്ത് പാർക്കിനോട് ചേർന്നിട്ട്, മർക്കസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ചതുപ്പിലാണ്. അത് കുറച്ചുകൂടി ഉൾപ്രദേശമാണ്. ആ ചതുപ്പിലാണ് പരിശോധന നടക്കുന്നത്. ഈ പരിശോധന നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശന വിലക്കുണ്ട്. അവിടേക്ക് ആ സ്ഥലം നേരത്തെ തന്നെ പോലീസ് പ്രതികളെ 2 പേരെയും എത്തിച്ചിട്ട് നേരത്തെ തന്നെ സ്ഥലം സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. ഇനി ഇവിടെ ആ സ്ഥലത്ത് പോയിട്ട് ആദ്യം തന്നെ വെള്ളം വറ്റിക്കാനുള്ള, കണ്ടലിലെ വെള്ളം വറ്റിക്കാനുള്ള നടപടികളാണ് ആദ്യം സ്വീകരിക്കുക. അതിനായിട്ടുള്ള വണ്ടികളും സാമഗ്രികളും എല്ലാം തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ വെള്ളം വറ്റിച്ചുള്ള നടപടികളിലേക്ക് കടക്കും. ശേഷം മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കും. അതുപോലെ തന്നെ തഹസിൽദാർ, റവന്യൂ സംഘം, അഗ്നിരക്ഷാസേന എല്ലാവരും തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വൻ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ട്. ബിനിൽ, ശരി, വൻ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ട്. എന്തായാലും പ്രതിയെ, അവിടെ 1-ാം പ്രതിയെ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുകയാണ്. മണ്ണ് നീക്കിയുള്ള പരിശോധന നടക്കുന്ന ഭാഗത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. അവിടെ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ദിൽഷ തിലകനാണ് കോഴിക്കോട് സരോവരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.